ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IC എഞ്ചിൻ ടോപ്പിക്കിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഡീസൽ സൈക്കിൾ ഹീറ്റ് റിജക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ഓപ്ഷൻ എ കോൺസ്റ്റൻറ്റ് വോളിയം, ഓപ്ഷൻ ബി കോൺസ്റ്റൻറ്റ് പ്രഷർ, ഓപ്ഷൻ സി കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ഓപ്ഷൻ ഡി കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി. ഡീസൽ സൈക്കിളിൽ ഹീറ്റ് റിജക്ഷൻ നടക്കുന്ന പ്രോസസ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിളാണ് ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഐഡിയൽ ഡീസൽ സൈക്കിളിൻ്റെ PV ഡയഗ്രവും TS ഡയഗ്രവുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി രണ്ട് ഐസെൻട്രോപിക് പ്രോസസ്സും ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സും ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സും ചേർന്നാണ് ഈ ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ഐസെൻട്രോപിക് കംപ്രഷൻ, ഐസോബാറിക് ഹീറ്റ് എഡീഷൻ, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, ഐസോകോറിക് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ, ഇത്രയും പ്രോസസ്സുകൾ ചേർന്നാണ് ഒരു ഐഡിയൽ ഡീസൽ സൈക്കിൾ. അപ്പോൾ ഡീസൽ സൈക്കിളിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിലാണ്, ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിലാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് റിജക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓപ്ഷൻ എ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, with increase in cutoff ratio, the thermal efficiency of a diesel cycle having fixed compression ratio will option A increase, option B decrease, option C remains the same, option D may increase initially and then decrease. ഫിക്സഡ് കംപ്രഷൻ റേഷ്യോ ഉള്ള ഒരു ഡീസൽ സൈക്കിളിന് കട്ട് ഓഫ് റേഷ്യോയുടെ ഇൻക്രീസിനനുസരിച്ചിട്ട് എഫിഷ്യൻസിയിൽ വരുന്ന ചേഞ്ചാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡീസൽ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഐസെൻട്രോപിക് പ്രോസസ്സും ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സും ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സും ചേർന്നാണ്. ഇതിൽ 1 to 2 ആണ് ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സ്. ഈ ഒരു റേഷ്യോ വോളിയം അറ്റ് 1 to വോളിയം അറ്റ് 2നെയാണ് നമ്മൾ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. V1 to V2 ആണ് കംപ്രഷൻ റേഷ്യോ R. ഇനി 2 to 3 അതായത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിലാണ് നമ്മൾ ഡീസൽ സൈക്കിളിൽ ഹീറ്റ് അഡീഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഫ്യൂവൽ അഡീഷൻ നടത്തുന്നത്. അപ്പോൾ ഫ്യൂവൽ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് V3 to V2 ആണ്, V3 to V2. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് റേഷ്യോ ആണ് എക്സ്പാൻഷൻ റേഷ്യോ. അതായത് പ്രോസസ്സ് 3 to 4 വരെയാണ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ നടക്കുന്നത്. എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V4 to V3. ഈ തന്നിരിക്കുന്നതാണ് ഡീസൽ എഞ്ചിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കംപ്രഷൻ റേഷ്യോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കട്ട് ഓഫ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എഫിഷ്യൻസിയിൽ വരുന്ന ചേഞ്ചാണ്. നമുക്കറിയാം V3 to V2 ആണ് ഫ്യൂവൽ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. ഫ്യൂവൽ കട്ട് ഓഫ് റേഷ്യോ ഇൻക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ അഡീഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഫ്യൂവൽ അഡീഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കട്ട് ഓഫ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ മാക്സിമം പ്രഷർ ആൻഡ് ഹീറ്റ് ഇൻപുട്ട് തെർമൽ എഫിഷ്യൻസി ഓഫ് വിച്ച് സൈക്കിൾ ഈസ് മോർ? ഓപ്ഷൻ ഡീസൽ സൈക്കിൾ, ഓപ്ഷൻ ബി ഓട്ടോ സൈക്കിൾ, ഓപ്ഷൻ സി ഡ്യുവൽ സൈക്കിൾ, ഓപ്ഷൻ ഡി നൺ. മാക്സിമം പ്രഷർ ആൻഡ് ഹീറ്റ് ഇൻപുട്ട് കണ്ടീഷനിൽ താഴെ തന്നതിൽ ഏത് സൈക്കിളിനാണ് മാക്സിമം എഫിഷ്യൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിളാണ് ഡീസൽ സൈക്കിൾ, സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിളിൻ്റെയും ഓട്ടോ സൈക്കിളിൻ്റെയും കമ്പൈൻഡ് സൈക്കിളാണ് ഡ്യുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ ഡിഫറെൻറ്റ് സൈക്കിൾസിൻ്റെ കേസിൽ സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് അഡീഷൻ അല്ലെങ്കിൽ റിജക്ഷൻ ആണെങ്കിൽ എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഡ്യുവൽ സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ. ഇനി ഫോർ ദ സെയിം മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് റിജക്ഷൻ ആണെങ്കിൽ efficiency of diesel cycle is greater than efficiency of dual cycle is greater than efficiency of auto cycle. ഇനി ഫോർ മാക്സിമം പ്രഷർ ആൻഡ് ഹീറ്റ് എഡീഷൻ ആണെങ്കിൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഡ്യുവൽ സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ. ഇവിടെ ഒരു കാര്യം മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി, സെയിം കംപ്രഷൻ റേഷ്യോ ആണെങ്കിൽ എല്ലാ കേസിലും എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഡ്യുവൽ സൈക്കിൾ ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ. ഇനി ബാക്കിയുള്ള എല്ലാ കണ്ടീഷനിലും എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഡ്യുവൽ സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ.
ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാക്സിമം പ്രഷർ ആൻഡ് ഹീറ്റ് ഇൻപുട്ട് കണ്ടീഷൻ. മാക്സിമം പ്രഷർ ആൻഡ് ഹീറ്റ് ഇൻപുട്ട് കണ്ടീഷനിൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഡ്യുവൽ സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ ഡീസൽ സൈക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് കംപ്രഷൻ റേഷ്യോ ഓഫ് എൻ എൻജിൻ വർക്കിംഗ് ഓൺ ഓട്ടോ സൈക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 5 to 6, its air standard efficiency will increase by option A 1%, option B 20%, option C 8%, option D remains the same. ഓട്ടോ സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ 5ൽ നിന്ന് 6ലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസിയിൽ വരുന്ന ഇൻക്രീസാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഇക്വേഷൻ. ഈറ്റ ഈക്വൽ ടു 1 - 1/r⁻⁻1. ഇതിൽ ആർ എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ ആണ്. ഗാമ എന്ന് പറയുന്നത് എയറിൻ്റെ അഡിയബാറ്റിക് ഇൻഡെക്സ് ആണ്. അതായത് ഗാമ ഈസ് ഈക്വൽ ടു ഗാമയുടെ ന്യൂമറിക്കൽ വാല്യൂ 1.41. ഇനി കംപ്രഷൻ റേഷ്യോ ആർ ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഈസ് ഈക്വൽ ടു 1 - 1/5⁻1.41 - 1, ദാറ്റ് ഈസ് 48.308% എന്ന് കിട്ടും. ഇനി കംപ്രഷൻ റേഷ്യോ 6ലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഈസ് ഈക്വൽ ടു 1 - 1/6⁻1.41 - 1, ദാറ്റ് ഈസ് 52.031% എന്ന് കിട്ടും. അപ്പോൾ ഫൈനലി പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 52.031 - 48.308 divided by 48.308, that is 7.8% എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 8% എന്ന് എടുക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി 8%. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെക്കാനിക്കൽ എഫിഷ്യൻസി ഓഫ് എ 60 kilowatt engine is 80%. വാട്ട് ഈസ് ദ മെക്കാനിക്കൽ എഫിഷ്യൻസി അറ്റ് 50% rated load if the frictional power assumed as constant with load? Option A 66.7%, option B 76.7%, option C 50%, option D 80%. നമുക്ക് തന്നിരിക്കുന്ന 60 kilowatt ബ്രേക്ക് പവർ എഞ്ചിൻ്റെ എഫിഷ്യൻസി 80% ആണ്. അതിൻ്റെ 50% റേറ്റഡ് ലോഡിലുള്ള എഫിഷ്യൻസി കാണാനാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ. ബ്രേക്ക് പവറിൻ്റെയും ഇൻഡിക്കേറ്റഡ് പവറിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബ്രേക്ക് പവർ തന്നിട്ടുണ്ട്, എഫിഷ്യൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ ഈസ് ഈക്വൽ ടു ബ്രേക്ക് പവർ ബൈ മെക്കാനിക്കൽ എഫിഷ്യൻസി. ബ്രേക്ക് പവർ 60 kilowatt ആണ്, എഫിഷ്യൻസി 80% ആണ്. അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ നമുക്ക് കിട്ടും 75 kilowatt. ഇനി നമുക്കറിയാം ഫ്രിക്ഷണൽ പവർ ഈസ് ഈക്വൽ ടു ഇൻഡിക്കേറ്റഡ് പവർ മൈനസ് ബ്രേക്ക് പവർ. ഇൻഡിക്കേറ്റഡ് പവർ നമുക്ക് കിട്ടി 75 kilowatt, ബ്രേക്ക് പവർ തന്നിട്ടുണ്ട് 60 kilowatt. അപ്പോൾ ഫ്രിക്ഷണൽ പവർ ഈസ് ഈക്വൽ ടു 15 kilowatt. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രിക്ഷണൽ പവർ ഈസ് അസ്യൂംഡ് ആസ് കോൺസ്റ്റൻറ്റ് വിത്ത് ലോഡ്. എല്ലാ ലോഡിലും ഫ്രിക്ഷണൽ പവർ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 50% റേറ്റഡ് ലോഡിൽ ബ്രേക്ക് പവർ ഈസ് ഈക്വൽ ടു 60 × 0.5, ദാറ്റ് ഈസ് 30 kilowatt എന്ന് കിട്ടും. 50% റേറ്റഡ് ലോഡിൽ ബ്രേക്ക് പവർ 30 kilowatt ആണ്. ഇനി മെക്കാനിക്കൽ എഫിഷ്യൻസി അറ്റ് 50% റേറ്റഡ് ലോഡ് ഈസ് ഈക്വൽ ടു ബ്രേക്ക് പവർ അറ്റ് 50% റേറ്റഡ് ലോഡ് ടു ഇൻഡിക്കേറ്റഡ് പവർ അറ്റ് 50% റേറ്റഡ് ലോഡ്. 50% റേറ്റഡ് ലോഡിൽ ബ്രേക്ക് പവർ 30 kilowatt ആണെന്ന് നമുക്ക് കിട്ടി. ഇനി 50% റേറ്റഡ് ലോഡിലെ ഇൻഡിക്കേറ്റഡ് പവർ ഈസ് ഈക്വൽ ടു ബ്രേക്ക് പവർ പ്ലസ് ഫ്രിക്ഷണൽ പവർ, ദാറ്റ് ഈസ് 30 + 15. അതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ 66.67% എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ 66.7%.